ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നിങ്ങളാവാനുള്ള കാരണം എന്താണ്, കുറിച്ച് അവർ മോശമാണോ ചിന്തിക്കുന്നത് അതോ നല്ലതാണോ ചിന്തിക്കുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളെ ആൾക്കാർ ചർച്ചാ വിഷയമാക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചില ആൾക്കാർ നിങ്ങളിൽ നിന്ന് ദൂരെ പോവുകയാണ്. അത്രയും വലിയ ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇവിടെ മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ലൈഫ് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർമേഷനിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങളുടെ സ്വന്തക്കാരുടെ പോലും സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവത്തില്ല. നിങ്ങളപ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് ആലോചിച്ച്. പക്ഷേ ഇവിടെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വളരെ ബാലൻസ് വേയിലാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന എന്തെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു. കൂടാതെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഒറ്റയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു വിഷമം അവർക്ക് ഉണ്ട്. അപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഇങ്ങനെ സാഹചര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ട് പോലും ഇവർ എങ്ങനെ ബാലൻസിൽ കൊണ്ടുപോകുന്നു കാര്യങ്ങൾ. അങ്ങനെയാണ് ആൾക്കാർ നിങ്ങളെ ചർച്ചാ വിഷയമാകുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ബാലൻസിൽ കൊണ്ടുപോകുന്നു. നിങ്ങൾ എങ്ങനെ ഇതെല്ലാം സഹിച്ചു, എങ്ങനെ ഇപ്പോഴും നിങ്ങൾ ബാലൻസിൽ പോകുന്നു, ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിലേറ്റഡ് ആയിട്ട്. ഇവിടെ അവർക്ക് കൂടുതലായിട്ടും ഇങ്ങനെ ഇറിറ്റേഷൻ തോന്നുന്നത് നിങ്ങൾ എത്ര മോശം സാഹചര്യമായാലും ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇവരെ കാണുമ്പോഴും പുറത്ത് ഇറങ്ങുമ്പോഴെല്ലാം എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഈ ലൈഫിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ഇടന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ടും നിങ്ങൾ ഇത്ര കോൺഫിഡൻസോടെ ചിരിച്ച് സംസാരിക്കുന്നു. അതാണ് ഇവർക്ക് ഇത്ര ഇറിറ്റേഷൻ തോന്നുന്നത്. അത് എങ്ങനെ സാധിക്കുന്നു ഇവർക്ക് എന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബിഗ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത്രമാത്രം തകർന്നു പോയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്തിൽ തിരിച്ചു വന്നത്. ആരും അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ അത് സാധിക്കുന്നു എന്ന്. ഇവിടെ നിങ്ങളുടെ വീട്ടിന് അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർമേഷനിൽ കൂടി അവരും കടന്നു പോകുന്നുണ്ടാവും. അതായത് അവർക്ക് ആരും സഹായിക്കാൻ ഉണ്ടാവത്തില്ല, ഒറ്റയ്ക്കായിരിക്കും അവർ ആ ഒരു ട്രാൻസ്ഫർമേഷനിൽ കൂടെ കടന്നു പോകുന്നത്. പക്ഷേ മുന്നോട്ട് പോയിട്ട് അവർക്ക് നല്ലത് മാത്രമായിരിക്കും ഇതിലൂടെ ഉണ്ടാവാൻ പോകുന്നത്. അതേപോലെ നിങ്ങൾക്കും ആ ഒരു ഇതാണ് നേരിടേണ്ടി വരുന്നത്. ഇവിടെ നിങ്ങളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ അനുഭവിച്ചത് അവർക്കറിയാം. നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിൽ ബാലൻസായി പോകുന്നുണ്ടെന്നും എല്ലാം അവർക്കറിയാം. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഒരു സ്ഥിരതയുണ്ട്, അത് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വ്യക്തികളെ മനസ്സിലാക്കാനും ഉള്ള ആ ഒരു ക്ഷമത നിങ്ങൾക്കുള്ളിൽ വികസിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ പോയപ്പോൾ നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടിയ അവസ്ഥയാണ്. പക്ഷേ ഇത് നിങ്ങൾക്കിപ്പോൾ ഫീലാകുന്നില്ല, പക്ഷെ നിങ്ങളുടെ അന്തരാത്മാവിന് ഫീലാകുന്നുണ്ടത്. ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയതുപോലെ ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ഇപ്പോൾ നിങ്ങൾക്കില്ല. കൂടാതെ നിങ്ങളുടെ ആരോഗ്യം ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നു. ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇല്ല എങ്കിൽ റിലാക്സ് ആയിട്ട് ഫീൽ ആകുന്നു ചില സമയം നിങ്ങൾക്ക്. ഈ കാര്യങ്ങൾ പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന കാര്യമല്ല, വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. എപ്പോഴും അസുഖം, എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാനേ നേരമുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും ടാബ്ലറ്റ് കഴിക്കാനേ നേരമുള്ളൂ, ഇല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് ശരീരത്തിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് വരുന്നില്ല. എത്ര കഴിച്ചിട്ടും എപ്പോഴും ക്ഷീണവും എപ്പോഴും ഒരു ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ, ശരീരത്തിൽ ആഹാരത്തിൻ്റെ ആ ഒരു എഫക്റ്റേ ഇല്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള പ്രഭാവമാണ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഈ സമയം നോക്കൂ, നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കൂ, എന്തെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടോ എന്ന്. കഴിഞ്ഞ മാസം ഞാനൊരു റീഡിംഗ് ഇട്ട് എപ്പോഴും തലകറക്കമാണ് ചില ആൾക്കാർക്കെന്ന്. ആ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും വന്നില്ലേ? ഇവിടെ ഈ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക.
സെക്കൻഡ്, നിങ്ങളുടെ ആ ഒരു സംസാരം മറ്റുള്ളവരുമായിട്ട് നല്ലതായിട്ട് പോവുക. മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് നല്ല രീതിയിൽ എടുക്കുക, മോശം രീതിയിൽ എടുക്കാതെ. ഇതും നോട്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങൾ. എനിക്കറിയാം ഈ ഒരു കാര്യത്തിൽ, അതായത് നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് ആൾക്കാർ വളരെ മോശമായിട്ട് നിങ്ങളുടെ പിറകിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ നേരിട്ടല്ല, പിറകിൽ നിന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പെരുമാറ്റ രീതി, സംസാര രീതി അതൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റമുണ്ട്. കാരണം നിങ്ങളിപ്പോൾ ആൾക്കാരോട് പെരുമാറുന്ന രീതി, സംസാരിക്കുന്ന രീതിയിലെല്ലാം നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ അവർ അങ്ങനെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഒരു സമയത്ത് ഇവർ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റവും സംസാര രീതിയും കാണുമ്പോൾ അവർക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. രാത്രിയും പകലും ആ ഒരു അന്തരമുണ്ട് അപ്പോഴുള്ള നിങ്ങൾ, ഇപ്പോഴുള്ള നിങ്ങളും തമ്മിൽ. ചില സമയം നിങ്ങളുടെ സാഹചര്യം വളരെ മോശമാകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കും. പക്ഷേ നിങ്ങളുടെ സാഹചര്യം നല്ലതാവുമ്പോൾ ഈ തെറ്റായി വ്യാഖ്യാനിച്ചവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും. പക്ഷേ ഈ രണ്ട് സാഹചര്യത്തിലും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന്. സാഹചര്യമാണ് അവരെ കൊണ്ട് പറയിപ്പിച്ചതെന്ന് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഇതെല്ലാം സമയത്തിൻ്റെ കളിയാണ്. നമ്മളപ്പോൾ കുറച്ചൊന്ന് പേഷ്യൻസായിട്ടിരിക്കുക. സമയം മാറുന്നതനുസരിച്ച് നമ്മുടെ പല സാഹചര്യങ്ങളും മാറും. ഇന്ന് നിങ്ങളെ മോശം പറയുന്നവർ നാളെ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മറ്റുള്ളവർ ഇപ്പോൾ നോട്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഇപ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കുകയാണ്. ആ ഒരു റിയൽ ബിഹേവിയർ പുറത്തു വരികയാണ്. ഇപ്പോൾ നിങ്ങൾ സെൻട്രലിൽ വന്നിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങൾ സെൻട്രലിൽ വന്നു എന്ന്. ഇവിടെ ആൾക്കാർക്കറിയാം നിങ്ങൾ ഇപ്പോൾ സെൻട്രലാണ് എന്ന്. പക്ഷെ അവർ അത് നിങ്ങളോട് ഷോ ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇവിടെ മറ്റുള്ളവരുടെ കണ്ണുകൾ നിങ്ങളിലാണ് വന്ന് അവസാനിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ലൈഫിലെ മാറ്റങ്ങൾ കണ്ടാണ് അവർ നിങ്ങളോടുള്ള ആ ഒരു സമീപനം മാറ്റിയത്. ഇവിടെ ഒരു വ്യക്തി എത്ര തന്നെ വേദന അവരുടെ ലൈഫിലുണ്ടെങ്കിലും ആ ഒരു വേദനയെല്ലാം മറച്ചു വെച്ച് ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു വ്യക്തി അത്രമാത്രം സാഹസികതയുള്ളൊരു വ്യക്തിയാണ്, അത്രമാത്രം സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ റിയൽ ബിഹേവിയർ ഇതാണ് എന്ന്. ഇവിടെ മറ്റുള്ളവർ വിചാരിക്കുന്ന ഇത്രയും മോശം സാഹചര്യത്തിൽ എങ്ങനെ നിങ്ങൾക്കിങ്ങനെ ചിരിച്ചു പെരുമാറാൻ സാധിക്കുന്നു, എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു നിങ്ങൾ, അതെല്ലാം ഇവർക്ക് ഒരു സംശയമാണ്. അപ്പോൾ ഇവർക്ക് തോന്നുന്നത് എന്തോ ഒരു ദൈവിക കൃപ നിങ്ങളുടെ മേലുണ്ട്, ആരുടെയോ സപ്പോർട്ട് നിങ്ങളുടെ മേലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെക്കുറിച്ച് നല്ലത് ആഗ്രഹിക്കുന്നവരും നിങ്ങളെക്കുറിച്ച് മോശം ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നല്ലത് ആഗ്രഹിക്കുന്നവരുടെ കണ്ണും നിങ്ങളുടെ മേലുണ്ട്, മോശം ആഗ്രഹിക്കുന്നവരുടെ കണ്ണും നിങ്ങളുടെ മേലുണ്ട്. അപ്പോൾ അവരെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ മുന്നോട്ട് നയിക്കാതിരിക്കാൻ എന്തൊക്കെ തടസ്സം സൃഷ്ടിക്കാമോ അതെല്ലാമാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ളവർ. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇങ്ങനെ തടസ്സം സൃഷ്ടിച്ച് നിങ്ങളുടെ ലൈഫിലെ ആ ഒരു മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയെങ്കിലും തടയണം, അതാണ് ഇവർ ആഗ്രഹം. പക്ഷേ നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ. അത് ഉള്ളത് കൊണ്ട് ഇവരുടെ ആ ഒരു ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇവരുടെ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയെങ്കിലും സ്പോയിലാക്കണമെന്നാണ്. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ ആ ഒരു കൃപയുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ആൾക്കാരെ ശ്രദ്ധിക്കണം. ഇവിടെ മോശം ദൃഷ്ടി വച്ചേക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് മുന്നേ നിങ്ങളുടെ ലൈഫിലുള്ളവരാണ്. അവർ പല പ്രാവശ്യവും നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവരോട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അധികം പറയാൻ പോകണ്ട. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അവരോട് നമ്മൾ. ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ടും അറിയാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്ററാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ എത്രമാത്രം ഉയർന്നിട്ടുണ്ട്, അതോ ലോ ലെവലിലാണോ ഇപ്പോഴും ഉള്ളത്, ഇതൊക്കെ അറിയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരോടെല്ലാം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് നിങ്ങളുടെ, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, നിങ്ങൾ ഫിനാൻഷ്യലായിട്ട് സ്റ്റേബിളായോ ഇല്ലയോ എന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ. സെക്കൻഡ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടും കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്. ഫിനാൻഷ്യലി സ്റ്റേബിളായോ, പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണ്, സന്തോഷമായിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്, ഇതെല്ലാമാണ് ഇവർ അറിയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക. ആര് നിങ്ങളുടെ പേഴ്സണൽ ലൈഫും ഫിനാൻഷ്യൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചാലും അധികം ഒന്നും നിങ്ങൾ പറയാൻ പോകണ്ട. ഒരു ഗ്യാപ്പ് എപ്പോഴും വയ്ക്കുക നിങ്ങൾ.
ഇവിടെ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ചർച്ചകളാണ് പുറത്ത് നടക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ അത്രമാത്രം തകർന്നു പോയ അവസ്ഥയിൽ നിന്ന് ഉയർന്നു വരികയാണ്. അപ്പോൾ ആൾക്കാർ ഉറപ്പായിട്ടും നല്ല രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നിങ്ങളെക്കുറിച്ച് മോശം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത്. അതായത് എത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായിക്കൊണ്ടിരുന്നു, അത്രത്തോളം ഇനി നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വലുതാവാൻ പോകുകയാണ്. നിങ്ങളെപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ആരോടെങ്കിലും ഒരു വാഗ്വാദം നടക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റ് അപ്പുറം പോയി നിങ്ങൾ പ്രതികരിക്കാറുണ്ട് ചില സമയം. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യവും നിങ്ങളുടെ പുറത്തെ സാഹചര്യവും എല്ലാം ഒന്നാണ്. കാരണം അത്രമാത്രം ഒരു മോശം സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരുന്ന മുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഒരാൾ പറയുന്നത് ഇഷ്ടപ്പെടാതെ വന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വന്ന് നിങ്ങൾ പ്രതികരിക്കും. എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ പറയും. കാരണം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ദേഷ്യം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ മുന്നത്തെ പോലെയല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു റിലാക്സേഷൻ ഫീൽ ആകുന്നുണ്ട്. മറ്റുള്ളവരോട് എത്ര ദേഷ്യം വന്നാലും ഒരു കൺട്രോൾ വച്ച് പെരുമാറാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു. അതെല്ലാം നിങ്ങളുടെ ആ ഒരു നല്ല സാഹചര്യം കൊണ്ടാണ്. ഇവിടെ നിങ്ങളെ മുന്നേ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം അറിയാം നിങ്ങൾ ഭയങ്കര ദേഷ്യ സ്വഭാവത്തിലുള്ള ആളാണെന്ന്, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ് എന്ന്. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു സ്വഭാവം കാണുമ്പോൾ അവർക്ക് തന്നെ ഭയങ്കരമായിട്ട് അതിശയം തോന്നും, ദൈവമേ ഇങ്ങനെ ഒരു വ്യക്തിക്ക് മാറാൻ പറ്റുമോ എന്ന്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചക്രാസ് ബാലൻസിൽ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ദേഷ്യം ഇങ്ങനെ കൺട്രോൾ ആയത്. ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ പോലും ചെയ്തിട്ടുണ്ടാവത്തില്ല ചക്രാസ് ബാലൻസ് ആവാനുള്ള. ചിലപ്പോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാകും. ഇവിടെ മനസ്സിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും ഒരു റിലാക്സേഷൻ ഫീലാകാൻ വേണ്ടി പല ഉപായങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് വർക്കായില്ല. അതാണ് പറയുന്നത്, ശരിയായ ഒരു സമയം വരുമ്പോഴാണ് നമുക്ക് എല്ലാം നേരെയാകുന്നത് എന്ന്. ആ ഒരു സമയം എത്തിയപ്പോൾ താനെ നിങ്ങളുടെ ചക്രാസ് ബാലൻസായി നിങ്ങൾക്ക് ഒരു റിലാക്സേഷനും ശാന്തിയും സമാധാനവും ഫീലാവാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആ ഒരു ആജ്ഞാചക്ര അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഒരു സാഹചര്യം മാറുന്ന അനുസരിച്ച് നമ്മുടെ ചക്രാസ് ബാലൻസിൽ തന്നെ ആവുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ ഒരു മെഡിറ്റേഷൻ, അതായത് നമ്മുടെ ആജ്ഞാചക്ര, ക്രൗൺ ചക്ര, അതിലുള്ള മെഡിറ്റേഷൻ നിങ്ങൾ എപ്പോഴും ചെയ്യുക. അതായത് ഓം എന്ന് പറയുന്ന മന്ത്രം നിങ്ങൾ എപ്പോഴും ഉച്ചരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒരു വ്യക്തിയുടെ 15 തൊട്ട് 25 വയസ്സ്, അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വയസ്സാണ്. ആ സമയം നമ്മുടെ സാഹചര്യം നല്ലതാണെങ്കിൽ നമ്മൾ ലൈഫിൽ ഉറപ്പായിട്ടും രക്ഷപ്പെടും. പക്ഷേ നമ്മളുടെ സാഹചര്യം മോശമാണ്, അതായത് നമ്മൾക്ക് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മളുടെ ചുമലിൽ വരുന്നു, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ വച്ച് മൂടും. കാരണം മറ്റുള്ളവരുടെ ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ ആഗ്രഹത്തിനോ സ്വപ്നത്തിനോ പിറകെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. പിന്നെ അങ്ങനെ ചില ആൾക്കാർക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് അവരുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കത്തില്ല. മറ്റുള്ളവരുടെ ലൈഫിനെ കുറിച്ചായിരിക്കും അവർ കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ മേൽ എന്തെങ്കിലും ഉത്തരവാദിത്വം വരുമ്പോൾ അവർ അവരുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മറക്കുന്നു. എന്നിട്ട് ഇതാണ് അവരുടെ കർത്തവ്യം എന്ന് വിചാരിച്ച് അതിനു വേണ്ടി പരിശ്രമിക്കുക, അതിനു വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇവിടെ ഇതാണ് നിങ്ങളുടെ ലൈഫിലും സംഭവിച്ചത്. ഇവിടെ മെഡിറ്റേഷൻ നിങ്ങളിൽ പല ആൾക്കാരും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും ശാന്തമായിട്ട് ആലോചിച്ചായിരിക്കും തീരുമാനം എടുക്കുന്നത്. മുന്നത്തെ പോലെ തിടുക്കപ്പെട്ട് തീരുമാനം എടുക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ആൾക്കാരുടെ കണ്ണുകളുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യം എത്ര തന്നെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും എന്തോ ഒരു സൂപ്പർ പവർ നിങ്ങളുടെ അടുത്ത് വന്ന് അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. അതായത് ജീവനില്ലാത്ത ഒരു വസ്തുവിൽ ഒരു ജീവൻ കൊടുക്കത്തില്ല, അതേപോലെ തിരികെ നിങ്ങൾക്ക് വീണ്ടും എണീച്ച് നിൽക്കാനുള്ള ആ ഒരു പവർ തരുന്നു. കാരണം ആ ഒരു പവർ എന്തിനാ തരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മോശം സാഹചര്യത്തിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവാനാണ് ആ പവർ നിങ്ങൾക്ക് തരുന്നത്.
അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ ആൾക്കാർ 2 രീതിയിൽ നോക്കുന്നു. ഒന്ന് വളരെ സാഹസികരാണ് നിങ്ങൾ. രണ്ടാമത് സ്പിരിച്വലായിട്ട് എന്തോ ഒരു പവർ നിങ്ങൾക്കുണ്ട്. അങ്ങനെ 2 രീതിയിലാണ് നിങ്ങളുടെ ലൈഫിനെ അവർ നോക്കുന്നത്. ഒരിക്കലും ഒരു സാഹചര്യത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം യൂണിവേഴ്സിൻ്റെ ആ ഒരു പവർ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളെ തോൽക്കാൻ യൂണിവേഴ്സ് അനുവദിക്കത്തില്ല. കാരണം നിങ്ങൾ ഒരു പവിത്രമായിട്ടുള്ള സോളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ എത്ര മോശം സാഹചര്യം വന്നാലും നിങ്ങൾക്ക് റീകവറി ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങളുടെ ഹെൽത്ത് മോശമാവുമ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവമേ ഈ ഒരു കാര്യത്തിൽ ഒരു റിക്കവറി എപ്പോൾ ഇനി ഉണ്ടാവാനാണെന്ന്. പക്ഷെ പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു റിക്കവറി ഉണ്ടാകുന്നു. ഇവിടെ ചില ആൾക്കാർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം യൂണിവേഴ്സിനറിയാം അവർ നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ല എന്ന് ഉണ്ട് എങ്കിൽ യൂണിവേഴ്സ് പെട്ടെന്ന് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. ചില സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നിങ്ങൾ തന്നെ ഒന്നും ശ്രമിക്കത്തില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ പെട്ടെന്ന് സഡനായിട്ട് ആ ഒരു മോശം സാഹചര്യം നല്ല സാഹചര്യമായി മാറുന്നു, നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ. അതെല്ലാം യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം ശരിയായ സ്ഥലത്ത് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ 2 പ്രാവശ്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 0-ൽ നിന്ന് ആരംഭിക്കേണ്ട ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം ആൾക്കാർ നോട്ടീസും ചെയ്തിട്ടുണ്ട്. ഇത് അത്ര തന്നെ പെട്ടെന്ന് നടക്കുന്ന സാഹചര്യമല്ല. അത്രമാത്രം കഠിനമായിട്ടുള്ള സാഹചര്യമാണ്. അത് നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു വ്യക്തി 0-ൽ നിന്ന് തുടങ്ങുന്ന അതേപോലെ അല്ല ജീവിതത്തിൽ. കാരണം റിയാലിറ്റിയിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിച്ചു അതിൽ നിന്ന് പുറത്ത് വന്നവരുമാണ്. പല പ്രാവശ്യവും നിങ്ങളുടെ നേരെ ന്യായം സംഭവിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്കും അറിയാം ഇവരുടെ കൂടെ എന്ത് മോശം സംഭവിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് ന്യായം ലഭിക്കുമെന്ന്. ഇതാണ് നിങ്ങളുടെ റിയൽ ബിഹേവിയർ. ഇതിൽ ചേഞ്ചസ് കൊണ്ടുവരാനൊന്നും നിങ്ങൾ പോകണ്ട. കാരണം ഈ ഒരു റിയൽ ബിഹേവിയറിലാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നത്. ഇവിടെ ആര് തന്നെ നിങ്ങളുടെ ഇമേജിനെ മോശം പറയുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ നോക്കുന്നതായിട്ട് അവരുടെ സംസാരത്തിലൂടെ പ്രവൃത്തിയിലൂടെ എന്തും ചെയ്യാൻ നോക്കട്ടെ, നിങ്ങൾ അവരോട് പ്രതികരിക്കാൻ പോകരുത്. മോശം വാക്കുകൾ പറഞ്ഞ് ദേഷ്യത്തിൽ പ്രതികരിക്കാനൊന്നും പോകില്ല. അവിടെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. കാരണം ഈ ഒരു എനർജിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും പേരും പ്രശസ്തിയും തരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും പരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് നോട്ടീസും ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു കാര്യവും ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും, നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് നോക്കുമ്പോൾ മെയിനായിട്ട് ഇവർക്ക് ചിന്ത വരുന്നത് എങ്ങനെ ഇവർ ക്യാഷ് സമ്പാദിക്കുന്നു, എങ്ങനെ ബാലൻസ് ആയിട്ടിരിക്കുന്നു ക്യാഷിൻ്റെ കാര്യത്തിൽ. അതാണ് കൂടുതലായിട്ടും നോട്ടീസ് ചെയ്യുന്നവർ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ക്യാഷ് എങ്ങനെ നിങ്ങൾക്ക് വരുന്നു, അതെല്ലാം ഇവർ അറിയാൻ ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണ്. നിങ്ങൾ പുറമേ ഷോ ചെയ്യുന്നില്ല ആരോടും എനിക്ക് പൈസ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് നല്ലൊരു സ്വഭാവമാണ്. അങ്ങനെ തന്നെ വേണം. ആരോടും ഷോ ചെയ്യാൻ പോകണ്ട. പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി റെസ്പെക്റ്റും ആ ഒരു സമൂഹത്തിൽ ഒരു വിലയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന്. സൺ എനർജിയിലുള്ള ആൾക്കാർ എങ്ങനെയെന്ന് വെച്ചാൽ എത്ര തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായാലും അവർ ശ്രമിക്കും. ഒരു പ്രാവശ്യമെങ്കിലും ശ്രമിച്ച് നോക്കിയിട്ട് അവർ നോ പറയുള്ളൂ. അങ്ങനെ ഒരു എനർജിയുമാണ് നിങ്ങളുടേത്. നിങ്ങളുടെ മുന്നിൽ എന്ത് കാര്യം വന്നാലും നിങ്ങൾ ആദ്യം പറയും എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നോ പറയാമെന്ന് പറയും. നിങ്ങളുടെ ആ ഒരു സാഹസികയുടെ ആ ഒരു പരീക്ഷ സ്വയം നിങ്ങൾ തന്നെ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ ഓറ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും ഈ ഒരു വ്യക്തി ജീവിതത്തിൽ ഒത്തിരി മുന്നോട്ട് സഞ്ചരിക്കുമെന്ന്. അതേപോലെ നിങ്ങളുടെയും ഓറ കണ്ടിട്ട് ആരോ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഫേസ് കണ്ടിട്ടായിരിക്കും അവർക്ക് തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒത്തിരി മുന്നോട്ട് പോകുമെന്ന്. കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഡൗൺ ടു എർത്തായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ സംസാരിക്കുന്ന രീതി ആവട്ടെ അതെല്ലാം മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നും. ഇവിടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അത് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ലൈഫിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ആൾക്കാർ നിന്ദിക്കുമെന്ന്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല. നിന്ദിക്കുന്നവരെ എല്ലാം ദൈവം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്വയം നിങ്ങൾക്ക് തന്നെ നോട്ടീസ് ചെയ്യാൻ സാധിക്കും. മുന്നേ എൻ്റെ ലൈഫിൽ എല്ലാവരും എന്നെ നിന്ദിക്കുന്നവരായിരുന്നു, ഇപ്പോൾ എന്നെ എല്ലാവരും പ്രശംസിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ നോട്ടീസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ മനഃപൂർവ്വമാണ് ദൈവം നിങ്ങളെ സെൻട്രൽ കൊണ്ടുവന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റേഷൻ, നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ എല്ലാം മറ്റുള്ളവർക്കിൽ ഒരു ചിന്ത ഉണ്ടാക്കി നിങ്ങൾ എങ്ങനെയാണ് സാഹചര്യത്തെ പോരാടി മുന്നോട്ട് വന്നത് എന്ന്.
ഇവിടെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തു. ആ ഒരു തീരുമാനമാണ് മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾക്ക് കൂടുതൽ റെസ്പെക്റ്റ് വരുവാനുള്ള ഒരു കാരണം. ഇവിടെ വലിയ ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫർമേഷനിൽ നിങ്ങൾക്ക് ഒത്തിരി അപ്രീസിയേഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ കണ്ടിട്ട് കുറേ ആൾക്കാർ സന്തോഷമായിട്ടാണുള്ളത്. ചില ആൾക്കാർക്ക് മാത്രമാണ് ദേഷ്യമുള്ളത്. ഇവിടെ നിങ്ങൾ ഇനി ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ അത് പഴയ ആൾക്കാരെയായിരിക്കും കാണുന്നത്. അവർ നിങ്ങളോട് കൂടുതലായിട്ട് സംസാരിക്കാൻ വരും. എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ത് മാറി എന്ന് അവർ ചോദിക്കും നിങ്ങളോട്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരും നിങ്ങൾക്ക് പ്രശംസ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം അത് നിങ്ങൾക്ക് നല്ലത് മാത്രമാണ് കൊണ്ടു തന്നത്. ആ ഒരു തീരുമാനം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്. ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി തീരുമാനമെടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ ലൈഫിൽ നിങ്ങൾ ഈ എടുത്ത തീരുമാനം അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കി. അത് കാരണമാണ് അവർ നിങ്ങളെ പ്രശംസിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ളവർ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വാല്യൂ തന്ന് റെസ്പെക്റ്റ് തന്ന് സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, മുന്നേ ഇവർ എനിക്ക് ഒരു റെസ്പെക്റ്റും തന്നില്ലായിരുന്നു, എനിക്ക് വാല്യൂ പോലും തരുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ എന്നോട് എന്ത് വാല്യൂവിലാണ് സംസാരിക്കുന്നത്, എനിക്ക് എത്ര റെസ്പെക്റ്റാണ് തരുന്നത് എന്ന്. അപ്പോൾ ഇതെല്ലാം സമയത്തിൻ്റെ കളിയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി മറ്റുള്ളവരുടെ മുന്നിൽ ഷോ ചെയ്യാൻ പാടില്ല. അതായത് എത്രത്തോളം ഡൗൺ ടു എർത്തായിട്ടിരിക്കാമോ അത്രത്തോളം ഡൗൺ ടു എർത്തായിട്ടിരിക്കുക നിങ്ങൾ. കാരണം മറ്റുള്ളവരോട് ഷോ ചെയ്താൽ പിന്നെ അവർ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ വീണ്ടും ശത്രുഭാവം വയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പവർ എന്താണോ അതിനെ നിങ്ങൾ മറച്ചു വയ്ക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ. എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് ശരിയായ സമയമായി എൻ്റെ പവറിനെ എല്ലാവരുടെ മുമ്പിലും അറിയിക്കാനുള്ള ആ സമയം മാത്രം പുറത്ത് കൊണ്ടുവരിക നിങ്ങൾ. ഇപ്പോഴത്തെ നിങ്ങളുടെ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ നിങ്ങൾ സന്തുഷ്ടി കണ്ടെത്താൻ നോക്കുകയാണ്. അല്ലാതെ ഇനിയും വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ ഒരിതില്ല. നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബുദ്ധി എന്താണ്, നിങ്ങളുടെ ആ ഒരു അറിവ് എന്താണെന്ന് കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. മുന്നേ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയും ഒന്നും ഇല്ലായിരുന്നു. കാരണം മറ്റുള്ളവർ നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിക്കാൻ ആദ്യം ഒന്നും മടിക്കുമായിരുന്നു. ഇവരെ കൊണ്ട് സാധിക്കുമോ, ഇവർക്ക് അതിനുള്ള കഴിവുണ്ടോ, അങ്ങനെ ആദ്യം ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ആ ഒരു ചിന്ത മാറിയിട്ടുണ്ട്. അത്രമാത്രം ബുദ്ധിയും അറിവും നിങ്ങൾക്കുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ. പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളിൽ പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെയാണ് ചില ആൾക്കാർക്ക് സ്വയം അറിയില്ലായിരിക്കും അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, അവരെന്ത് സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്, അവർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നേരത്തെ അറിയില്ലായിരിക്കാം. പക്ഷേ സാഹചര്യം മോശമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അതൊക്കെ പുറത്ത് വരും. അത് നമ്മൾ ലൈഫിൽ വിനിയോഗിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്ന്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധിയെക്കുറിച്ച് ആൾക്കാർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ക്ലിയർ ആയിട്ടുണ്ട്. ഇവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നോ എന്ന് അവർ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു ബുദ്ധി മാറിയിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരെ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ കൂട്ടത്തോടെ ചെയ്താൽ പോലും ശരിയാവാത്ത കാര്യം നിങ്ങൾ ഒരാളാണ് ചെയ്ത് ശരിയാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട് എന്ന്. ഇവിടെ നിങ്ങളെ സെൻറ്ററിൽ ദൈവം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ സെൻറ്ററിൽ വരണമെന്ന്, കൂടാതെ ഒത്തിരി പ്രശംസ നിങ്ങൾക്ക് ലഭിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു യോദ്ധാവാണ്. ഇവിടെ ഒത്തിരി നെയിം ഫെയിം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒത്തിരി ആൾക്കാർ നിങ്ങളെ അറിയും, നിങ്ങളെ മനസ്സിലാക്കും. ഇവിടെ ഒരു പ്രഭാവശാലിയായിട്ടുള്ള വ്യക്തിത്വമാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ എത്ര തന്നെ നല്ല വ്യക്തിയായാലും ചില ആൾക്കാരുണ്ട് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയത്തില്ല, എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒരു വ്യക്തിയെ കുറേ ആൾക്കാർ ചേർന്ന് നിങ്ങൾ തെറ്റുകാരാണ്, നിങ്ങൾ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഒരു വ്യക്തി പറയുകയാണ് ഞാൻ ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ കാലം അവർക്ക് ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. എല്ലാവരും ചേർന്ന് നിങ്ങളെ കുറ്റക്കാരാക്കി മാറ്റി. പക്ഷേ ഇപ്പോൾ ഈ ഒരു ബിഗ് ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നതോടെ ആൾക്കാർക്ക് നിങ്ങളുടെ സത്യം എന്താണെന്ന് മനസ്സിലായി. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയല്ല എന്ന് അവർക്ക് മനസ്സിലായി. നമ്മൾ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ആദ്യം നോക്കണം നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്ന്. എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട്. അത് ആരും പക്ഷെ ചിന്തിക്കുന്നില്ല.
ഇപ്പോൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അവർ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അത് അവരെടുത്ത തീരുമാനം കറക്റ്റാണ് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സാഹസികതയ്ക്ക് പ്രശംസ ആൾക്കാർ തരുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പേടി അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും ഡിലേയിലോട്ട് പോകുന്നില്ല. സമയാസമയം എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു ശ്രോതാവായി മാറിയിരിക്കുകയാണ്. അതായത് എന്ത് കാര്യമായാലും അത് കറക്റ്റ് കേട്ടിട്ട് അതിന് ശേഷമായിരിക്കും നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങളെയും കാട്ടി ആൾക്കാർക്കാണ് നിങ്ങൾ കൂടുതൽ ട്രസ്റ്റ്. ഇന്നല്ലെങ്കിൽ നാളെ ജീവിതത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ. ഇവിടെ നിങ്ങളുടെ നല്ല കർമ്മം കൊണ്ട് ദൈവത്തിനെ നിങ്ങൾ വളരെയധികം പ്രസന്നനാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ഉറപ്പാണ്. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്വന്തമാക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ സ്വന്തമാക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി മറ്റുള്ളവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് ഡ്രാമ ക്രിയേറ്റ് ആയാലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ആ ഒരു അറിവ് നിങ്ങളിൽ ഇപ്പോൾ സ്വയം വന്നിരിക്കുകയാണ്. ഇവിടെ മോശം സാഹചര്യത്തെ എങ്ങനെ നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള സാഹചര്യമാക്കി മാറ്റാമെന്നുള്ള ആ ഒരു കഴിവ് അത് നിങ്ങൾക്കുണ്ട്. അത് മറ്റ് പല ആൾക്കാർക്കും പറ്റാത്ത കാര്യമാണത്. ഈ ഒരു ഒറ്റ കാര്യത്തിലൂടെയാണ് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കൂടി വരുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു കണ്ണും ചിന്തയും എല്ലാം നിങ്ങൾക്ക് വേണ്ടി നല്ലതായിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാരുണ്ട്, അവർ മോശമായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫുമാണ് മെയിനായിട്ട് നോക്കുന്നത്. അങ്ങനെയുള്ളവരോട് കുറച്ചൊന്ന് ഡിസ്റ്റൻസ് വയ്ക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരാണെന്ന്. അതുകൊണ്ട് കുറച്ചൊന്ന് അവർ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴാണ് സക്സസ് ലഭിക്കുന്ന ലൈഫിൽ അതുവരെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ആരോടും നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകണ്ട. അതായത് പുറമെ ആരോടും ഷോ ചെയ്യാൻ പോകണ്ട, അത്രമാത്രം. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.